ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസിഡിറ്റി അല്ലെങ്കിൽ ആസിഡ് റിഫ്ലക്സ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അമ്ലപിത്തം എന്ന് ആയുർവേദത്തിൽ കോൾഗേറ്റ് ചെയ്യുന്ന കണ്ടീഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ആയുർവേദത്തിൽ എന്തൊക്കെ ഇതിന് ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിന് അഡാപ്റ്റ് ചെയ്യുന്ന ജീവിതശൈലികൾ, അതുപോലെ തന്നെ ഭക്ഷണക്രമങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ അധികം പുളി, അതുപോലെ തന്നെ എരിവ്, ഉപ്പ് എല്ലാം ആഹാരത്തിൽ കൂടുതൽ ചേർക്കുന്നത് മൂലം അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. മാത്രമല്ല ഓവർ ഈറ്റിംഗ് ഇതിന് പ്രധാനമായിട്ടുള്ളൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു നേരം തന്നെ ഒരുപാട് ആഹാരം കുത്തി നിറച്ച് തിന്നുന്നത് മൂലം നമുക്ക് അസിഡിറ്റി പ്രോബ്ലംസ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ആഹാരം കഴിച്ചതിന് ശേഷം തന്നെ ഉടൻ തന്നെ കിടക്കുക, ഇതൊക്കെ അസിഡിറ്റിക്കുള്ള ഉള്ളവരിൽ ഈ അസിഡിറ്റി കൂട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം കുറച്ച് ഒന്ന് നടക്കുന്നത് നല്ലതായിരിക്കും. ഒരു അരമണിക്കൂറെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ മെൻ്റൽ സ്ട്രെസ്, അതായത് ഒരുപാട് മാനസിക സമ്മർദ്ദം നേരിടുന്നവരിലും അതുപോലെ തന്നെ ഒരുപാട് ഉറക്കക്കുറവുള്ളവരിലും ഒക്കെ അസിഡിറ്റിയുടെ പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട്. ഇതുപോലെ തന്നെ നോൺ വെജ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാരിലും, അതായത് പച്ചക്കറി ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാതെ, അതായത് മീൻ, മുട്ട, ഇതൊക്കെ ഇറച്ചിയൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരിലും ഈ അസിഡിറ്റി പ്രോബ്ലംസ് സാധാരണ കണ്ടുവരാറുണ്ട്. മാത്രമല്ല നമ്മൾ അധികമായിട്ട് മദ്യം, അതുപോലെ ചായ, കോഫി ഇതെല്ലാം ഒരുപാട് കഴിക്കുന്ന ആൾക്കാരിലും നമ്മൾ സാധാരണ അസിഡിറ്റി പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരത്തിലും അതുപോലെ തന്നെ ജീവിതശൈലിയിലും വ്യത്യാസങ്ങൾ വരുത്തിയാൽ ഈ അസിഡിറ്റി പ്രോബ്ലമിൽ നിന്ന് ഒരുപാടൊക്കെ നമുക്ക് വിട്ടു നിൽക്കാൻ സാധിക്കും. അതിന് നമ്മൾ ഇതിൻ്റെ മെയിൻ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നെഞ്ചെരിച്ചിൽ അല്ലെങ്കിൽ ആസിഡ്, ആമാശയത്തിലുള്ള സ്റ്റൊമക്കിലുള്ള ആസിഡ് നമ്മൾ മുകളിലേക്ക് കയറി വരുമ്പോഴാണ് അന്നനാളം വഴി തൊണ്ടയിലെത്തുമെന്ന ആ ഒരു പ്രക്രിയ മൂലമാണ് നമുക്ക് അസിഡിറ്റി പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് തൊണ്ട എരിച്ചിൽ, അതുപോലെ തൊണ്ട ഇറിറ്റേഷൻ, അതുപോലെ തന്നെ നെഞ്ചെരിച്ചിൽ, എന്തോ ഒരു സാധനം, അതായത് തൊണ്ടയിലേക്ക് കയറി വരുന്നതായിട്ട് തോന്നുക, ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. മാത്രമല്ല പുളിച്ചു തേട്ടൽ, ആഹാരത്തിന് കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴുള്ള പുളിച്ചു തേട്ടൽ, ഇതെല്ലാം ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആയുർവേദത്തിൽ ഇന്ന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് അവൈലബിൾ ആണെന്ന് നോക്കാം. അതായത് നമുക്ക് പലതരം ചൂർണം, അതായത് പൊടികൾ അവൈലബിൾ ആണ് ഇതിന് ആഹാരത്തിന് ശേഷം കഴിക്കാനായിട്ട്. അഷ്ടചൂർണം പോലെ, ഹിംഗുവജാതി പോലത്തെ ചൂർണങ്ങൾ നമ്മൾ ആഹാരത്തിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റി പ്രോബ്ലംസിൽ നിന്ന് ഒരുപാടൊക്കെ നമുക്ക് ആശ്വാസം കിട്ടും. മാത്രമല്ല നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആഹാരത്തിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ പച്ചക്കറികൾ, അതുപോലെ തന്നെ എന്തൊക്കെ പച്ചക്കറികളാണെങ്കിൽ തന്നെ എന്തൊക്കെ, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ്, അതുപോലെ തന്നെ ഗ്രെയിൻസ് ആണെങ്കിൽ, ധാന്യങ്ങളാണെങ്കിൽ ഏതൊക്കെ ധാന്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന, രാവിലെ കഴിക്കാൻ പറ്റുന്ന ഒരു പാനീയത്തിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. അതായത് ധാന്യക ഹിമ എന്നാണ് അതിൻ്റെ പേര്. അതായത് നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊറിയാൻഡർ സീഡ്സ്, അതായത് മല്ലിയുടെ അരി എടുത്തിട്ട് നന്നായിട്ട് ഇടിച്ചതിന് ശേഷം വെള്ളത്തിലിട്ട് വയ്ക്കുക. ഒരു ദിവസമെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കുക. അത് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് രാവിലെ ആ വെള്ളം എംപ്റ്റി സ്റ്റൊമക്ക്, അതായത് വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഈ അസിഡിറ്റി പോലുള്ള പ്രോബ്ലംസ് നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇത് ഇങ്ങനെ ഈ മല്ലിയിട്ട് വെള്ളം കുടിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വേണമെങ്കിൽ റാഗി കൊണ്ടുണ്ടാക്കിയ ദോശ, അതുപോലെ തന്നെ ഇഡലിയൊക്കെ കഴിക്കുന്നതും വളരെ ഫലപ്രദമാണ്. ഇത് അസിഡിറ്റി ഉള്ളവർ നമ്മൾ ഈ വീറ്റ് പോലത്തുള്ള, അതായത് നമ്മുടെ ഗോതമ്പ് പോലത്തുള്ളത് കഴിക്കാതെ ഈ റാഗി പോലത്തുള്ള ധാന്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ റാഗി വെച്ച് നമുക്ക് ദോശ, അതുപോലെ ഇഡ്ഡലി, ഇതൊക്കെ ഉണ്ടാക്കുന്നതും വളരെ ഫലപ്രദമാണ്.
ഇതുപോലെ തന്നെ നമുക്ക് ഓട്സ് ചേർത്തിട്ടും നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓട്ട് മീലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതും ഇത് വളരെ ഫലപ്രദമാണ്. അതുപോലെ റാഗി ഓട്സൊക്കെ തന്നെയാണെങ്കിലും നല്ല ഫൈബർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ അസിഡിറ്റി എന്ന് പറയുന്ന പ്രോബ്ലമിൽ നിന്ന് നമുക്ക് ഒരുപാട് ആൽക്കലൈൻ നേച്ചറുള്ള ഫുഡ്സാണത്. അതുകൊണ്ട് നമുക്ക് ആസിഡിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നിന്ന് ഒരുപാട് റിലീഫ് വരുന്ന ഫുഡ്സാണ് റാഗി, അതുപോലെ ഓട്സ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റാഗി അല്ലെങ്കിൽ ഓട്സ് പ്രിഫർ ചെയ്യുന്നത് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൻ്റെ കൂടെ ഇച്ചിരി തൈരും കൂടെ കഴിക്കുന്നതും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികൾ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലത്തെ പടവലങ്ങ, അതുപോലത്തെ വെള്ളം കൂടുതലുള്ള കയ്പേറിയ പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന് ഏറ്റവും ഫലപ്രദമായുള്ളത് അതിൽ പടവലങ്ങ, അതുപോലെ തന്നെ വെള്ളരിക്ക, അതുപോലെ തന്നെ സലാഡ് വെള്ളരിക്കയൊക്കെ വെറുതെ കഴിക്കുന്നതും വളരെ ഫലപ്രദമായി കണ്ടിട്ടുണ്ട്. അസിഡിറ്റി കുറയാനും അത് ഈ ഭക്ഷണ രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് കോവയ്ക്ക, അതുപോലെ തന്നെ മത്തങ്ങ, പടവലങ്ങ, പാവയ്ക്ക, വെള്ളരിക്ക ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. നമ്മുടെ ഡെയിലി ഭക്ഷണ രീതിയിൽ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസിഡിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തിൽ നിന്ന് ഒരുപാട് ആശ്വാസം ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുമ്പോൾ നമ്മൾ അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ നെയ്യെങ്കിലും ഒരു ദിവസം സേവിക്കാൻ ശ്രമിക്കുക. അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്ക് ഇത് വളരെ പ്രയോജനകരമായിരിക്കും. 1 ടീസ്പൂൺ നെയ്യും അത് ചൂടുവെള്ളത്തിൽ സേവിക്കുന്നത് വളരെ ഫലപ്രദമാണ്. അസിഡിറ്റി പ്രോബ്ലം ഉള്ളവർക്ക് ആഹാരത്തിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് ചൂടുവെള്ളത്തിൽ സേവിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള മറ്റ് ഫ്രൂട്ട്സ് ഐറ്റംസ് അതായത് ഫലവർഗ്ഗങ്ങളെന്ന് പറയുന്നത് വാട്ടർമെലോൺ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഗൂസ്ബെറി, അതായത് നമ്മുടെ നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കാം. അതുപോലെ തന്നെ കോക്കനട്ട് വാട്ടർ, അതായത് നമ്മുടെ തേങ്ങാവെള്ളം അത് കോക്കനട്ട് വാട്ടർ കുടിക്കുന്നത് നല്ലതാണ്.